വെളുപ്പിനെ നല്ല ഒന്നാന്തരം മഴ പെയ്ത് തിമിർക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഉറക്കത്തിലായിരുന്നെങ്കിലും ആ മഴയുടെ ശബ്ദം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ ഉണർന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കാണാം മഴയെല്ലാം പെയ്ത് കഴിഞ്ഞ് ചെറിയ ചാറ്റൽ മഴ ഉള്ളായിരുന്നു കേട്ടോ. പക്ഷേ ആ ചാറ്റൽ മഴ ആസ്വദിച്ച് ഉമ്മറത്ത് വന്ന് നിൽക്കാൻ ഒരു പ്രത്യേക രസമാണ്. മനസ്സിനും ശരീരത്തിനും ഒരു തണുപ്പും പോസിറ്റിവിറ്റിയും തരുന്ന ഒരു പ്രഭാതമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അണ്ണൻ ചായ കുടിക്കാൻ കടയിലേക്ക് പോയിട്ടുണ്ട്. മഴ ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കാൻ. ഞാനിവിടെ വീട്ടിലിരുന്ന് മഴ ആസ്വദിച്ച് കട്ടൻ കുടിക്കുന്നു. അപ്പോൾ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പാർത്തമ്മോൻ ഉണർന്നിട്ടില്ല. അവൻ നല്ല ഉറക്കമാണ്. പിന്നെ നമുക്ക് കാപ്പിക്ക് വേണ്ടി ദോശമാവോ ഇഡലിമാവോ ഒന്നും ഇരിപ്പില്ല, പുട്ടുപൊടിയോ ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ചായക്കടയിൽ പോയിട്ട് വരുന്ന ആൾ ഇത് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാധനങ്ങൾ ഇങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കിനും നമുക്ക് ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകണമെങ്കിലും ജോലിക്ക് പോകണ്ടെങ്കിലും ഞാൻ ഈ അരിഞ്ഞു വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ശീലം അങ്ങനെ നിർത്താറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ഞാൻ കോവയ്ക്കായും ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള എല്ലാം ഒതുക്കി ഒരു പരുവാക്കുമ്പോഴത്തേക്കിനും കാപ്പിക്കുള്ളത് വരുമല്ലോ. അപ്പോൾ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ, നമ്മുടെ കൈ തന്നെ ഓടണ്ടേ. അപ്പം സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കറക്റ്റ് ഓർഡറായിട്ട് പോയില്ലെങ്കിൽ എല്ലാം ഒരു അവസാനത്തിലെല്ലാം ഒരു ശുഭത്തിലെത്തണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ പോക്ക് കേട്ടോ. ഒരു കണക്കുകൂട്ടലുകളില്ലാത്ത പോക്കായിരുന്നു. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിക്കുള്ള കോവയ്ക്കായും എല്ലാം അരിഞ്ഞത് നമ്മൾ ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ അങ്ങനെ ചെറിയ തീയിൽ, വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ, ആവിയിലിങ്ങനെ ഇരുന്നാണ് നമ്മുടെ കോവയ്ക്ക വേവുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ലെന്ന്. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പോയി പച്ചമുളകൊക്കെ എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ടു. അപ്പോഴത്തേക്കിനും ഇതാ നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി കൊണ്ടുവന്ന് അരിയൊക്കെ ഇടാമെന്ന് കരുതി. അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കറിവേപ്പില തീർന്ന കാര്യം ഓർത്തത്. മഴയാണെങ്കിലും ചാറ്റൽ മഴയാണെങ്കിലും എന്താ നമുക്ക് നനയത്തക്ക രീതിയിലുള്ള ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഴയത്ത് പോയി നനഞ്ഞ് കറിവേപ്പില പിച്ചിക്കൊണ്ട് വന്നതാണ്. ഞാൻ കുടയൊന്നും കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തലയൊക്കെ ചെറുതായിട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പനി പിടിക്കുന്ന ഒരു രീതിയാണ് എനിക്കെങ്കിലും, പക്ഷെ നമ്മൾ കുട എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് പോയി പിച്ചിക്കൊണ്ട് വരാമെന്ന് കരുതി അങ്ങനെ കരിവേപ്പില പിച്ചിക്കൊണ്ട് വന്നു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു രീതി, ഞാൻ ഈ സാധനം ഇങ്ങനെ കരിവേപ്പില എല്ലാം ഇങ്ങനെ ഊരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഇത് തീർന്നത് ഞാൻ ഓർത്തില്ല കേട്ടോ. നമ്മൾ ഓടിപ്പോയി ഫ്രിഡ്ജ് തുറക്കുക, ഇത് തുറക്കുക, ഇതിനകത്ത് നിന്ന് വാരി കറിക്കകത്തിടുക, അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് ഇത് തീർന്നത് ഞാൻ ഓർത്തില്ല. അതുകൊണ്ടാണ് ഈ മഴയത്ത് എനിക്ക് ഓടേണ്ടി വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചു. പിന്നെ നമുക്കിന്ന് ഒഴിച്ചു കൂട്ടാൻ വെക്കുന്നത് രസമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ രസം ഇല്ലാത്ത ദിവസമില്ല. കാരണം പാർത്തിന് രസം വേണം. അവന് രസം ഉണ്ടെങ്കിൽ വയറ് നിറച്ച് നന്നായിട്ട് ചോറൊക്കെ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയാണ് ഞാൻ ഈ രസം ഉണ്ടാക്കുന്നത്. അപ്പം രസത്തിന് വേണ്ടി തക്കാളിയും ഉള്ളിയും എല്ലാം എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ പുളിയെ വേണമല്ലോ, അത് പുളിയല്ലേ വെള്ളത്തിലിടേണ്ടത്. പുളിയിലാണല്ലോ നമ്മുടെ രസം നിൽക്കുന്നതല്ലേ. രസത്തിൻ്റെ എന്താ ആ ഒരു ചാറ് തന്നെ നിൽക്കുന്നത് പുളിയിലാണല്ലോ. അപ്പം നമ്മൾക്ക് പിഴുപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചടപടേന്ന് ചെയ്യാം. അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം, അപ്പോഴത്തേക്കിനും നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അണ്ണൻ കടയിലൊക്കെ പോയിട്ട്. നേരെ അപ്പോഴത്തേക്കിനും നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അതൊക്കെ എല്ലാം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ചോദിക്കും ഞായറാഴ്ച എന്താ ആൾക്കാർക്ക് വിശക്കില്ലെന്ന്. വിശപ്പൊക്കെ ഉണ്ട്, എങ്കിലും എല്ലാ ദിവസത്തെയും പോലെ നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള തേങ്ങയാണ് കേട്ടോ. തേങ്ങ തിരുമിയതും തീർന്നായിരുന്നു. അപ്പോൾ ഇനി ഈ തേങ്ങ തിരുമ്മി വെക്കണം. അപ്പം അതിൻ്റെ വെള്ളം എടുക്കുകയാണ്. വെള്ളം നമ്മളങ്ങനെ കളയാറില്ലല്ലോ, നമ്മൾ തേങ്ങാവെള്ളം കളയുന്ന ഒരു പരിപാടിയേ ഇല്ല. അപ്പം ഞാനിങ്ങനെ തേങ്ങാവെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ രസം വെക്കാനാണ്. ഞാനിന്ന് രസം വെക്കുന്നത് കുറച്ച് തുമരയൊക്കെ വേവിച്ചിട്ടിട്ട് നല്ല കട്ടിക്ക് കിട്ടുന്ന രീതിയിലുള്ള രസമാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ചട്ടിയൊക്കെ വെച്ച് രസം വെക്കാൻ പഠിപ്പിക്കുകയാണോ എന്നല്ല, ഞാൻ ചെയ്യുന്നൊരു റെസിപ്പി ഞാൻ കാണിക്കുന്നതല്ല കേട്ടോ. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിടുക, പിന്നെ തക്കാളി ഇടുക, ഉലുവ ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. എല്ലാം നന്നായിട്ട് വേണ്ട കഴിയുമ്പോൾ നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തുമര ഉണ്ടല്ലോ, നന്നായിട്ട് വെന്ത് കുഴഞ്ഞിരിക്കുന്ന തുമര, അതും കൂടെ തട്ടിയിട്ട് കൊടുക്കുക. പുളിവെള്ളം ഒഴിക്കുക. എത്രത്തോളം നീളം വേണോ രസത്തിന് അത്രത്തോളം വെള്ളം വെക്കുക, തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടാൽ നമ്മുടെ രസം സൂപ്പർ. കറിവേപ്പില ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പിന്നെ പുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാർത്തനെ വിളിക്കാൻ ഞാൻ ചെന്നതാണ് കേട്ടോ. പാർത്തൻ എണീക്കുന്നതേ ഇല്ല. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അവൻ എണീക്കുന്നില്ല. അവനവിടെ കിടക്കുക, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പോകണമായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ഇത്രയും കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.